തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിൽ കത്തിക്കുത്ത്. +1 വിദ്യാർത്ഥിയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. നെട്ടയത്ത് സ്വകാര്യ സ്കൂളിന്റെ ബസ്സിലാണ് കത്തിക്കുത്തുണ്ടായത്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുത്തിയ വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഷിൻ ഡിയാഗോ നൽകും വിവരങ്ങൾ. അഷിൻ ഡിയാഗോ, ഒരു സ്കൂൾ ബസ്സിനുള്ളിലാണ് ഈ കത്തിക്കുത്ത് നടന്നിരിക്കുന്നത്. കത്തിയുമായി വരികയായിരുന്നോ +1 വിദ്യാർത്ഥി? കരുതിക്കൂട്ടി തന്നെ. നെട്ടയത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ സ്കൂൾ ബസ്സിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സ്കൂൾ വിട്ട് കുട്ടികളെല്ലാം ബസ്സിൽ തിരിച്ച് വീട്ടിൽ പോകുന്ന സമയമായിരുന്നു. ഈ സമയത്ത് ഈ ബസ്സിൽ വെച്ചാണ് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും അതുപോലെ തന്നെ +1 വിദ്യാർത്ഥിയും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ഈ വാക്കുതർക്കം പിന്നീട് ഈ കുട്ടികൾ ബസ്സിനുള്ളിൽ തന്നെ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കഴുത്തിൽ കുത്തുന്നത്. ഈ പ്രാക്ടിക്കലിനൊക്കെ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ചും ഈ ബയോളജി സയൻസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലുണ്ട്. ആ പ്രാക്ടിക്കലിന് വേണ്ടി ഉപയോഗിക്കുന്ന കത്തിയാണ് ഈ കുട്ടി കഴുത്തിൽ കുത്താൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഈ ബസ്സിൽ തന്നെ ഈ കുട്ടിയെ നേരെ പേരൂർക്കട ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ ആ ചികിത്സ നൽകി കഴുത്തിൽ സ്റ്റിച്ചിട്ട ശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ആക്രമിച്ച കുട്ടിയെ, ഈ 11ാം ക്ലാസ് വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളിൽ നിന്നും, ഈ കുട്ടിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബസ് മലമുകളിലെത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നതും. ഈ സ്കൂൾ ബസ്സിൽ ടീച്ചർമാരുണ്ടായിരുന്നെങ്കിലും ഇവർക്ക് പിടിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. കാരണം ഈ കുട്ടികൾ പുറകിലായിരുന്നു ഇരുന്നത്. ഈ പൊടുന്നനെ ഈ കുട്ടികൾ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഈ പ്രാക്ടിക്കൽ ബോക്സിൽ ഉണ്ടായിരുന്ന ആ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസും പറയുന്നത്. ഈ രണ്ട് കുട്ടികളും ഒരേ പോയിന്റിലാണ്, അതായത് ഒരേ സ്റ്റോപ്പിൽ തന്നെയാണ് ഇറങ്ങുന്നതും. ഇവർ അയൽക്കാരാണ് എന്നുള്ള കാര്യവും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ല, കഴുത്തിലാണ് കുത്തേറ്റിരിക്കുന്നത്. 4 സ്റ്റിച്ച്, 2 സ്റ്റിച്ച്, 3 സ്റ്റിച്ച് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കുട്ടിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത്. സ്കൂൾ ബസ്സിലാണ് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയത്. പരിക്കേറ്റ ആ കുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു.